ഈ ഒരു ത്രില്ലർ മൂവീസ് ഒക്കെ വർക്ക്ഔട്ട് ആവുന്നത് അതിന്റെ നറേഷനിലാണ്. സോ ഈ ഒരു നറേഷനും ഈ ഒരു മെയിൻ സ്ട്രീം തമിഴ് സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തിയ മോശം ഔട്ട്പുട്ടിലോട്ട് പോയ ഒരു മൂവിയാണ് DNA. അതിന്റെ മേജർ റീസൺ അതിന്റെ ആ ഒരു മേക്കിങ്ങിൽ അല്ലെങ്കിൽ റൈറ്റിങ്ങിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. കാരണം നമ്മളൊരു ക്രൈം ത്രില്ലർ, ഒരു എഫക്റ്റീവ് ക്രൈം ത്രില്ലർ പ്രതീക്ഷിക്കുമ്പോൾ ഒരു നായകനും പോലീസ് ഓഫീസറും കൂടി 27 വർഷം ആയിട്ട് ഈ ഒരു ക്രൈം ബിസിനസ് നടത്തുന്ന ആളുകളെ പിടിക്കുകയാണ്. അതാണ് ഈ ഒരു മൂവിയുടെ പ്രധാന പ്രശ്നം. കാരണം ഇത്രയും നാളും പിടിതരാതിരുന്ന ഈ ഒരു ക്രൈം ബിസിനസ്സിലുള്ള ആളുകളെ നായകൻ പിടിക്കുന്ന രീതി അത്ര എഫക്റ്റീവ് ആയിട്ടല്ല ഈ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ വേറൊരു പ്രശ്നം. പിന്നെ 4 ഫൈറ്റ്, ഒരു ഐറ്റം ഡാൻസ്, പിന്നെ നായകൻ ഇൻട്രൊഡക്ഷനിൽ ആ ഒരു സോങ് നിർബന്ധമാണ്. അതും ആ ഒരു വൈൻ ഷോപ്പിൽ വെച്ചാകുമ്പോൾ ആ തമിഴ് സിനിമയിൽ മാറ്റാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അത് മാറി എന്ന് വിചാരിച്ചിരുന്നപ്പോഴായിരുന്നു ഇപ്പോൾ പിന്നെയും ഇത് മാറിയിട്ടില്ല എന്ന് നമ്മളെ തിരിച്ചറിയിക്കുന്ന ഇങ്ങനെയുള്ള ഒരു സിനിമ വരുമ്പോഴാണ്. സോ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ക്രൈം ത്രില്ലർ ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു മെയിൻ സ്ട്രീം തമിഴ് സിനിമയുടെ ആ ഒരു എലമെന്റ്സ് ആയിട്ടും മുന്നോട്ട് പോകുന്ന ഒരു മൂവിയാണത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവി കൂടുതലും വർക്ക്ഔട്ട് ആവാത്തത്. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഒരു ബ്രില്യൻസ് നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ബ്രില്യൻസ്, അല്ലെങ്കിൽ നല്ലൊരു വില്ലൻ ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഈ മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവാണ്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. Disney+ Hotstar അവൈലബിൾ.